നമസ്കാരം. ഗൾഫ് രാജ്യങ്ങൾക്ക് ചില കാര്യങ്ങളിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. ഇറാനോടൊപ്പം നിൽക്കണോ അതോ അമേരിക്കക്കൊപ്പം നിൽക്കണോ? ഇറാൻ പറയുന്നത് കേൾക്കണോ? ഇറാനാണോ ശരി? ഇറാനെയാണോ വിശ്വസിക്കാൻ കഴിയുന്നത്? അമേരിക്കയെയാണോ വിശ്വസിക്കാൻ കഴിയുന്നത്? ഒരു ആശയക്കുഴപ്പം ഇങ്ങനെ അവർക്കുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ ആശയക്കുഴപ്പം അങ്ങ് മാറിയിട്ടുണ്ട്. ഈ ഒരു കാര്യത്തിൽ ഇറാൻ അല്ലെങ്കിൽ ലോകം, ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയോടും ഇസ്രായേലിനോടും കടപ്പെട്ടിരിക്കുന്നു എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അമേരിക്കയും ഇസ്രായേലും ഇറാനെ ആക്രമിച്ചത് കൊണ്ടാണ് ഗൾഫ് രാജ്യങ്ങളുടെ ഈ ആശയക്കുഴപ്പം മാറിക്കിട്ടിയത്. അതായത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഒരിക്കലും അമേരിക്കയെ തള്ളിപ്പറയാൻ ഇവിടെ ഗൾഫ് രാജ്യങ്ങൾ തയ്യാറായിട്ടില്ല. ഇസ്രായേലുമായിട്ടുള്ള പരസ്യമായിട്ടുള്ള ചങ്ങാത്തമൊക്കെ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് പലരും വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും അന്തർധാര സജീവമാണ്. പക്ഷെ ഇവിടെ ഇപ്പോൾ ഇസ്രായേലിനെ ആണെങ്കിലും അമേരിക്കയെ ആണെങ്കിലും അവർ ചതിയന്മാരാണ്. അവരുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകൾ അത് ഗുണം ചെയ്യില്ല എന്നുള്ളൊരു തിരിച്ചറിവ് ഇപ്പോൾ മൊത്തത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഗൾഫ് മേഖലയിലുള്ള രാജ്യങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. മലേഷ്യ അമേരിക്കയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യാപാര കരാർ തന്നെ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. കാരണം അവരുമായി ഇനിയും സഹകരിച്ച് അവരെ സഹായിച്ച് മുന്നോട്ട് പോയാൽ അവരിവിടെ നാളെ ആരാണോ സഹായിക്കുന്നത് അവർക്ക് തന്നെ പാരയാകും എന്നുള്ള ഒരു സംസാരം ഇപ്പോൾ പൊതുവെയുണ്ട്. അത്തരം അവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്നെത്തിച്ചത് അമേരിക്കയും ഇസ്രായേലും തന്നെയാണ്. ഇറാൻ ഇവിടെ അമേരിക്കൻ ബേസുകൾക്ക് നേരെ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലെ ബേസുകൾക്ക് നേരെ അവർ പറയുന്ന ഒരു കാര്യം വളരെ കൃത്യമാണ്. അതായത് ഇവിടെ ഒരു മനുഷ്യനെ മറ്റൊരു മനുഷ്യൻ വന്ന് തല്ലി. ഈ തല്ലിയ വ്യക്തി മൂന്നാമതൊരാളുടെ വീട്ടിൽ കയറി താമസിച്ചു. മാന്യമായി പറഞ്ഞു, അവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം, നിങ്ങൾ അവന് സംരക്ഷണം കൊടുക്കുന്നത് കൊണ്ടാണ് അവൻ എന്നെ വന്ന് തല്ലുന്നത് എന്ന് ഇവിടെ അടികൊണ്ട വ്യക്തി പറഞ്ഞു. എന്തായാലും ഈ അടികൊണ്ട വ്യക്തി ഇതൊന്നും പറഞ്ഞിട്ടും ഇവിടെ ഈ വീട്ടുകാരൻ, സംരക്ഷണം കൊടുത്ത വീട്ടുകാരൻ ഇയാളെ ഇറക്കി വിടാൻ തയ്യാറായില്ല. ഇവൻ ഈ നടപടി വീണ്ടും തുടർന്നു. അടികിട്ടിയ വ്യക്തിക്ക് വേറെ വഴിയില്ല. താമസിക്കുന്ന വീട്ടിൽ കയറി തല്ലിയവനെ തിരിച്ചു തല്ലി. ഇതാണ് സംഭവിച്ചത്. ഇതാണ് ഞങ്ങളും ചെയ്യുന്നത് എന്നാണ് ഇറാൻ പറയുന്നത്. ഇതല്ലാതെ ഞങ്ങൾക്ക് മുന്നിൽ വേറെ വഴിയില്ല. അമേരിക്ക ഞങ്ങളെ തുടർച്ചയായി ആക്രമിക്കുന്നു, ഇസ്രായേൽ ഞങ്ങളെ തുടർച്ചയായി ആക്രമിക്കുന്നു. ഇങ്ങനെ ഞങ്ങളെ ആക്രമിക്കുന്ന ആളുകൾക്ക് ഗൾഫ് രാജ്യങ്ങൾ അഭയം കൊടുക്കുന്നു. ഞങ്ങളെ ആക്രമിക്കുന്നതിന് വേണ്ടി അവർക്ക് ബേസുകൾ കൊടുക്കുന്നു. ഞങ്ങളുടെ തിരിച്ചടി തടയുന്നതിന് വേണ്ടി അവിടെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഒക്കെ റഡാർ സംവിധാനങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നു. ഇതൊക്കെ തകർത്താലേ ഞങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ. എത്ര കാലം ഞങ്ങൾ ഇതൊക്കെ സഹിക്കും? എത്ര കാലം ഞങ്ങൾ ഇതൊക്കെ കണ്ടില്ല കൊണ്ടില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും? ഞങ്ങൾക്ക് ഞങ്ങളെ ഉപദ്രവിച്ച ആളുകൾ എവിടെയാണോ അവർ താമസിക്കുന്നത്, എവിടെയാണോ അവർക്ക് അഭയം കൊടുത്തത്, അവിടെ കയറി അവനെ തല്ലാതെ വേറെ വഴിയില്ല. ഈ നിലപാടിൽ ഇറാൻ ഉറച്ചു നിന്നു. ഗൾഫ് രാജ്യങ്ങൾക്ക് വേറെ വഴിയില്ല. ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ അമേരിക്കയോട് നിങ്ങളൊന്ന് ഇറങ്ങിപ്പോകണം, ഞങ്ങൾക്ക് സ്വസ്ഥത തരണം, സമാധാനമായി ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയണം, ഞങ്ങളുടെ പൗരന്മാർക്ക് സമാധാനത്തോടു കൂടി ജീവിക്കാൻ കഴിയണം, ഞങ്ങളുടെ ചെലവിലല്ലേ നിങ്ങൾ ജീവിക്കുന്നത്, ഞങ്ങളുടെ സ്വത്തല്ലേ നിങ്ങൾ ഊറ്റിക്കൊണ്ടുപോകുന്നത്, ഞങ്ങളെ ചൂഷണം ചെയ്ത് നിങ്ങൾ ജീവിക്കുമ്പോൾ മിനിമം ഞങ്ങളോട് നന്ദിയുള്ള ഒരു വിഭാഗമായി നിങ്ങൾ മാറണം, അല്ലാതെ ഞങ്ങളോട് നന്ദികേട് കാണിക്കരുത്. ഗൾഫ് രാജ്യങ്ങൾ അങ്ങനെ പറയേണ്ട ഒരു അവസരത്തിലേക്ക്, സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒമാനിൽ നിന്നും ഇവിടെ അമേരിക്കൻ ബേസുകളിൽ നിന്ന് അവിടുത്തെ സൈന്യം ഒഴിഞ്ഞു പോകണം, ബേസ് അടച്ചുപൂട്ടണം എന്ന് ഒമാൻ ആവശ്യപ്പെട്ടു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. അതോടൊപ്പം തന്നെ അമേരിക്കൻ പൗരന്മാർ ഇനി നിങ്ങളുടെ സേവനം ഞങ്ങളുടെ നാട്ടിൽ വേണ്ട, നിങ്ങൾക്ക് നിങ്ങളുടെ പണി നോക്കാം, നിങ്ങളുടെ വഴി നോക്കാം എന്ന് അവരോട് പറയുന്ന സാഹചര്യമുണ്ടായി. കാരണം വരും ദിവസങ്ങളിൽ അമേരിക്കക്ക് പങ്കാളിത്തമുള്ള അവരുടെ പൗരന്മാർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകും. മറ്റുള്ള ആളുകളൊക്കെ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അമേരിക്കയുമായി ബന്ധമുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഇറാൻ ആക്രമിക്കാൻ തുടങ്ങിയാൽ ഗൾഫിലെ എല്ലാ മേഖലകളിലേക്കും ആക്രമണം എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായാൽ അതിന്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും. വലിയ നാശനഷ്ടങ്ങൾ ഈ ഗൾഫ് രാജ്യങ്ങളിൽ ഉണ്ടാകും. ഈ ആപത്ത് തിരിച്ചറിഞ്ഞ ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയോട് താണു വീണ് കേണപേക്ഷിച്ചു, നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ പ്രശ്നം ഒന്ന് അവസാനിപ്പിക്കണം, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഊരാൻ കഴിയും, നിങ്ങളുടെ മുഖം രക്ഷിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കാം, നിങ്ങൾ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞു.
ട്രംപ് ഇന്ന് അവസാനിപ്പിക്കാം, നാളെ അവസാനിപ്പിക്കാം, മറ്റന്നാൾ അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞത് നീട്ടിക്കൊണ്ടുപോയി. ഇസ്രായേലിന് വേണ്ടിയാണ് ഇവിടെ കൂടെ നിന്നിരുന്ന ഗൾഫ് രാജ്യങ്ങളെ ട്രംപ് ഇങ്ങനെ ഉപദ്രവിച്ചത്. ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം കൊണ്ട് ഇവിടെ ട്രംപിന് അല്ലെങ്കിൽ അമേരിക്കക്ക് നഷ്ടങ്ങൾ മാത്രമാണുള്ളത്. അതേസമയം ഗൾഫ് രാജ്യങ്ങളെ കൊണ്ട് ട്രംപിന് അല്ലെങ്കിൽ അമേരിക്കക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട്. ട്രില്യൺ കണക്കിന് ഡോളർ ഈ ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഗൾഫ് രാജ്യങ്ങളെ തുടർച്ചയായി വേദനിപ്പിക്കുന്നു. ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ ട്രംപിനെയും അല്ലെങ്കിൽ ട്രംപിന്റെ ടീമിനെയും ചവിട്ടി പുറത്താക്കേണ്ടി വന്നാൽ അതിന് ഞങ്ങളെ ആര് സഹായിക്കും എന്ന രീതിയിലുള്ള കൂടിയാലോചനകൾ നടക്കുന്നു. ചൈനയും റഷ്യയുമായി ഗൾഫ് രാജ്യങ്ങൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തു എന്ന വിവരം പുറത്തു വരികയാണ്. ഇറാൻ ആണെങ്കിൽ ഒരിക്കലും ഇവരെ ഇവിടെ നിന്ന് പടിയടച്ച് പിണ്ടം വെക്കാതെ ഞങ്ങൾ ഈ പരിപാടി നിർത്തില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാനെ ഒറ്റ ദിവസം കൊണ്ട് തീർത്തു കളയാം എന്നൊക്കെ അമേരിക്ക വീമ്പ് പറഞ്ഞിരുന്നു. ഇപ്പോൾ അമേരിക്ക തന്നെ പറയുന്നു ഇറാനെ അങ്ങനെ തീർക്കാൻ കഴിയില്ല. അവിടുത്തെ ഭരണം അട്ടിമറിക്കാം എന്ന ഒരു വ്യാമോഹം ട്രംപിനുണ്ടായിരുന്നു. ഇപ്പോൾ ട്രംപിന്റെ ഇന്റലിജൻസും അതുപോലെ തന്നെ മൊസാദ് ഉൾപ്പെടെയുള്ള ടീം പറയുന്നത് ഒരിക്കലും അത് നടക്കില്ല. ഇസ്രായേൽ സൈന്യം പറയുന്നത് അങ്ങനെ അട്ടിമറിക്കാൻ ആ പരിപാടി നടത്താൻ ഞങ്ങളെ കിട്ടില്ല, ഞങ്ങളെ കൊണ്ട് അത് കൂട്ടിയാൽ കൂടില്ല എന്നാണ്. ഗൾഫ് രാജ്യങ്ങൾക്ക് കാര്യങ്ങൾ ഏറെക്കുറെ പിടികിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അവർക്കുണ്ടായിട്ടുള്ള ബോധ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവർ മുന്നോട്ട് പോയാൽ നിലവിലെ പ്രതിസന്ധി അവസാനിപ്പിക്കാൻ കഴിയും. അല്ലെങ്കിൽ ചില ആളുകളൊക്കെ ഈ സാഹചര്യം മുതലെടുക്കാനുള്ള സാധ്യതയുണ്ട്. ഈ തിരിച്ചറിവ് ഗൾഫ് രാജ്യങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങൾക്ക് വരാൻ പോകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് റഷ്യയും അതുപോലെ തന്നെ ചൈനയും ഒക്കെ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ട്രംപിനെയും കൂട്ടരെയും ചവിട്ടി പുറത്താക്കാനുള്ള വഴികൾ ഗൾഫ് രാജ്യങ്ങൾ ആലോചിച്ചു തുടങ്ങിയെന്ന വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.